എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദേവയാനിയുടെ ഈ മാറ്റം അവർക്ക് ആർക്കും അങ്ങ് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പം ജലജ പറയുന്നുണ്ട്, നയനെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശന് അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നയനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ്. ആദർശനെ പലരും കുറ്റപ്പെടുത്തുന്നത് നയനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നയന ആദർശനോട് പറയുവാണ്, എന്നെ അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പച്ചിയോ ഇളയമ്മയോ ആരെന്ത് പറഞ്ഞാലും എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ അവരൊക്കെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന്. ഈ സാഹചര്യം ഉണ്ടാക്കിയത് നയനയാണ്. അവരെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം അറിയത്തില്ല. സത്യം മൂടി വെച്ചിട്ട് ഞാൻ നന്മമരമാണെന്ന് പറഞ്ഞു നടക്കുന്ന നയനയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ ഏറ്റവും വലിയ തെറ്റുകാരി. പിന്നീട് ജലജ നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുവാണ്, നീ ഇപ്പോൾ തൊട്ടിൽ കിടത്തി ആട്ടുന്ന ഈ കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിക്ക് മുകളിൽ വലിഞ്ഞു കയറി വന്ന അവൾക്ക് ഇവിടെ ആരും സ്ഥാനം കൊടുക്കാൻ പാടില്ല, അത് നീ ശ്രദ്ധിച്ചോണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നയനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദർശിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.